വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഡയമണ്ട് കട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. ഇത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് വെള്ളത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ അത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുട്ടിയെടുക്കാം. ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. ഇനി അത് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുക്കാം, അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിലധികം പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ട ഷേപ്പിൽ അത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ വലുപ്പത്തിലുള്ള പീസുകളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വലുപ്പം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. ഷേപ്പും വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്താം. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് പാത്രം ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ആ ഗോതമ്പ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ അത് അധികം എണ്ണ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. ഇനി പെട്ടെന്നാണ് കരിഞ്ഞു പോകുന്നത്. കളർ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വേഗത്തിൽ കരിയാതുകൊണ്ട് എളുപ്പം എടുക്കണം. ഇതിപ്പോൾ നമ്മളൊരു 3-4 ചപ്പാത്തിയുടെ മുറിച്ച് വെച്ചിരുന്ന പീസുകൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കപ്പിൽ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം, ആ കണക്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അത് കുറുകും. ഇങ്ങനെ തൊടുമ്പോൾ നൂല് പോലെ വരണം. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ പരുവാകുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇങ്ങനെ സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ യോജിപ്പിക്കാം, അല്ലെങ്കിൽ ആ പാത്രം മൊത്തത്തിലെടുത്ത് ഇങ്ങനെ കുലുക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പഞ്ചസാര പാനി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇളക്കാൻ പറ്റുന്നത്. അത് എല്ലാ പീസിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം.
അങ്ങനെ നമ്മുടെ ഡയമണ്ട് കട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിൽ പഞ്ചസാര ഇങ്ങനെ പൊടി പോലെ ക്രിസ്റ്റൽസ് ഒക്കെ പോലെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.